ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ചെറിയ മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലേ എല്ലാവരും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു സൂപ്പ് ആയാലോ എന്ന്. ഇത് നമുക്ക് ഒരു സ്വീറ്റ് കോൺ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോൺ 1/2 കപ്പ്, ബീൻസ് 1/4 കപ്പ്, ക്യാരറ്റ് 1/4 കപ്പ്, അല്പം ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു ചെറിയ ടീസ്പൂൺ, പിന്നെ ഞാനൊരു 1/4 കപ്പ് സ്വീറ്റ് കോൺ കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം 1/4 കപ്പ് തന്നെ ആവണമെന്നില്ല, അത് നല്ലതുപോലെ അരച്ച് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ടീസ്പൂൺ മതി. ഞാൻ എണ്ണ ഒന്നും പാനിൽ ഒഴിച്ചിട്ടില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വെള്ളം ഒന്ന് പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം തീയിടാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് വളരെ പൊടിയായിട്ട് അരിയാം. നമുക്ക് എത്ര ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് അരിയാം. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കോൺ ഇട്ട് കൊടുക്കണം. കോൺ കൂടി ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കോൺ അരച്ച് വെച്ചിരിക്കുന്നത് കൂടി അതിലേക്ക് ചേർക്കാം. തീ ഇപ്പോഴും ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇടണം. കോൺ അരച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അരയണം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി തിളപ്പിക്കണം. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഒരൽപ്പം വെള്ളത്തിൽ കലക്കിയതാണ്, പിന്നെ ഒരു മുട്ട നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കോൺ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. അല്പം വെള്ളം പറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട കുറേശ്ശെയായി ചേർക്കണം. നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്കാണ് നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ. നല്ലതുപോലെ ഇളക്കിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അവിടെ തന്നെ സെറ്റായി കട്ടയായിട്ട് കിടക്കും. ഇത് നല്ലതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് കാണാം, അതിങ്ങനെ സെപ്പറേറ്റായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഹൈ ഫ്ലെയിം ആയിരിക്കണം.
നോൺ വെജിറ്റേറിയൻസിന് മാത്രം മുട്ട ചേർത്താൽ മതി. വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുട്ട അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ആവശ്യത്തിന് തിക്നെസ് ആകുന്നത് വരെ ഒഴിച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, തിക്നെസ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനും നമ്മൾ ഒഴിക്കണം എന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇത് ഉപയോഗിക്കാം. മുട്ട വേണ്ട എന്നുള്ളവർക്ക് മുട്ട അത് മാറ്റിയാൽ വേണ്ട, സ്കിപ്പ് ചെയ്ത് കളയാം. ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മിക്സ് ചെയ്ത് വെച്ച മുഴുവൻ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്തില്ല. അപ്പോൾ പകുതി ഒഴിച്ചപ്പോഴത്തേനും തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് കിട്ടി. ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.